അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്ത് ജനങ്ങൾ വന്ന് ഞങ്ങളുടെ പ്രൊജക്ടുകൾ പഠിച്ച് മറ്റു പഞ്ചായത്തുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മോഡലാക്കി അങ്ങാടിപ്പുറത്തെ മാറ്റും. അത് ഞങ്ങളുടെ ടീമുണ്ട്. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. 19ാം വാർഡിൽ നിന്ന് വിജയിച്ച തസ്ലിയാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി ഉൾപ്പെടെ നേതാക്കളൊക്കെ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ കോൺഗ്രസ് UDF നില മെച്ചപ്പെടുത്തി ഒരു 3 വാർഡുകൾ വിജയിച്ചു. അതിലൊരു വാർഡ് 19ാം വാർഡിൽ നിന്നും വിജയിച്ച മുബീന തസ്ലിയാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി പ്രവർത്തകരുടെ ഒപ്പം സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി മുകളിലേക്ക്, അതായത് സത്യപ്രതിജ്ഞ തടഞ്ഞു നടക്കുന്ന വേദിയിലേക്ക് പോവുകയാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. സത്യപ്രതിജ്ഞ കഴിഞ്ഞു. 3ാം വാർഡിൽ നിന്ന് വിജയിച്ച മുബീന തസ്ലിയാണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം കണ്ട് പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായിരുന്ന ഷബീർ കറമുക്കിലിരുന്ന് നാടിനു വേണ്ടി ഒരുപാട് വികസനമൊക്കെ നടത്തി ആക്ഷേപങ്ങളും കിട്ടിയ ഒരു മനുഷ്യനാണ്. അതേ ജനങ്ങൾ തന്നെ ഈ പ്രസിഡന്റായി വായിക്കാൻ തീരുമാനിച്ചു. ഇനി ആ ചെയറിലേക്കാണ് മുബീന തസ്ലി പോകുന്നത്. ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും വികസന കാര്യങ്ങളിൽ. എങ്ങനെയൊക്കെയാണ് ഒരുമിച്ച് നടപ്പാക്കാൻ പോകുന്നത്? ഒത്തൊരുമയോടെ ഒരുമിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ആലോചിച്ച് ചെയ്യാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുകൂടാതെ സ്ഥിരം സമിതി, UDF നേതാക്കൾ എല്ലാവരും ഉണ്ടാവും. ഒപ്പം ഒന്നിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നേരത്തെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷനായിരുന്നു അബൂ താഹിർ തങ്ങൾ. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിലാണ് വഴിപ്പാറ വാർഡിൽ നിന്നല്ലേ വിജയിച്ചത്. ഇനിയിപ്പോ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ എന്താ പറയാ ജനകീയനായ വൈസ് പ്രസിഡന്റ് തന്നെ പറയാം ആയിരുന്ന. കാരണം ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിനെ ജനങ്ങള് എങ്ങനെ വാഴിക്കണമെന്ന് തീരുമാനിച്ചു വന്നപ്പോ പ്രസിഡന്റായി വാഴിക്കാൻ തീരുമാനിച്ചു. ഇനിയിപ്പോ അബൂ താഹിർ തങ്ങൾ ഇനി സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൂടി വരും. വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മുബീന തസ്ലി വൈസ് പ്രസിഡന്റായി. നിങ്ങൾ എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ ഈ ആരോപണം ഉന്നയിച്ചവരുടെയൊക്കെ മുനയൊടിക്കുന്ന ഒരു വികസന മുന്നേറ്റത്തിന്? എന്താവും അത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി തുടങ്ങിവെച്ച ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുണ്ട്. ഉപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനങ്ങൾ. അത് പൂർത്തീകരിക്കലാണ് ഞങ്ങളെ ആദ്യത്തെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ബഡ്സ് സ്കൂൾ, അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ ഉമ്മമാർ, അവരുടെയൊക്കെയും ഒരു മുന്നോട്ടുള്ള അവരുടെ പ്രയാണം, അതാണ് ഏറ്റവും വലിയ മുൻഗണന കൊടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റു വയോജന പാർക്ക് അടക്കമുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ തുടങ്ങി വെച്ചതുണ്ട്. അത് പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ ഞങ്ങൾ ഫസ്റ്റ് ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഷബീർ പറഞ്ഞതുപോലെ നമ്മുടെ രോഗികളെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഈ ഭരണസമിതിയുടെ കാര്യത്തിൽ ഉണ്ടാവും. ഡയാലിസിസ് ചെയ്യുന്നവർക്കുള്ള ഒരു പ്രത്യേക പരിഗണന, പ്രത്യേക പാക്കേജ് വെച്ചുകൊണ്ട് നമ്മളൊരു വിഷൻ നമ്മളെ മുന്നിലുണ്ട്. അതുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട മുബീന തസ്ലി. ഒരുപക്ഷെ UDF ലീഗുകാർക്ക് സന്തോഷിക്കാനുള്ള ഇത് പ്രസിഡന്റ് സ്ഥാനം അവർക്കാണ്, കോൺഗ്രസിന് സന്തോഷിക്കാനുള്ളതാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം. ഓരോ സ്ഥലങ്ങളിലെ രാഷ്ട്രീയ മുന്നണി മര്യാദകളൊക്കെയാണ്. ഇവിടെ DCC എക്സിക്യൂട്ടീവ് മെമ്പർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് രാത്രിയും പകലും ഇല്ലാതെ എല്ലായിടത്തും ഓടിയിരുന്ന അനീഷേട്ടൻ നമുക്കറിയാം. അനീഷേട്ടൻ ഇപ്പൊ ഈ വിജയം, ഈ മങ്കട മണ്ഡലത്തിൽ തന്നെ ഇത്രയും വലിയ വിജയം, അത് നിങ്ങളുടെയൊക്കെ എഫേർട്ട്, മഞ്ഞളാംകുഴി അലി MLA ഉൾപ്പെടെ നിങ്ങളെല്ലാം ഒരുമിച്ചെടുത്ത ഒരു വലിയ കഠിന പരിശ്രമമല്ലേ? ടീം UDF വിജയമാണ്. മങ്കട നിയോജക മണ്ഡലത്തില് 7 പഞ്ചായത്തുകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6 പഞ്ചായത്തുകളാണ് നിലവിലുണ്ടായിരുന്നത്. അതിൽ ഒരു പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു. CPM കുത്തക പഞ്ചായത്തുള്ള മൂർക്കനാടക്കം തിരിച്ചു പിടിച്ചുകൊണ്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയത്. അത് ടീം UDF ഉജ്ജ്വലമായ വിജയമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ അങ്ങാടിപ്പുറത്ത് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വാർഡിൽ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 3 എണ്ണം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടിയാണ് UDF അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം ഉണ്ടായിട്ടും ജനങ്ങൾ അതൊക്കെ തള്ളിക്കളഞ്ഞ് UDF അധികാരത്തിൽ എത്തിച്ചതാണ് എന്ന് വിശ്വസിക്കണോ? ഞങ്ങള് ജനങ്ങളുടെ കൂടെയായിരുന്നു. ആരോപണം നടത്തിയ ആളുകൾ കഴമ്പില്ലാത്ത ആരോപണമാണ് ഈ പഞ്ചായത്തിനെതിരായിട്ട് നടത്തിയിട്ടുള്ളത് എന്ന്
ഈ തെരഞ്ഞെടുപ്പോട് കൂടി മനസ്സിലായല്ലോ. അത്രയുള്ളവർ പറയാൻ ആ കാര്യത്തിൽ. എന്തായാലും ഇനിയിപ്പോ മികച്ച ഭരണം ഉണ്ടാകും. ഇനിയിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരെയാണ്, അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ബഡ്സ് സ്കൂൾ കെട്ടിടം അടക്കം ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അങ്ങാടിപ്പുറത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്വപ്നമാണ് ബഡ്സ് സ്കൂളിന്റെ കെട്ടിടം, വലിയ ഒരു കെട്ടിടം ഇവിടെ പണിത് ഉയർത്തുക എന്നുള്ളത്. അത് പൂവണിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യ പരിപാടി. അത് കഴിഞ്ഞ് ഞങ്ങള് കഴിഞ്ഞ ഈ 5 കൊല്ലം നടപ്പിലാക്കേണ്ട പദ്ധതികളെ കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഇറക്കിയിട്ടുള്ള പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിൽ ഒന്നൊന്നായി ഞങ്ങൾ 5 കൊല്ലം കൊണ്ട് ഇവിടെ നടപ്പിലാക്കും. അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഇനി ഒരു കാരണവശാലും ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ നിന്നും പോകാത്ത രീതിയിൽ സുശക്തമായ സംശുദ്ധമായ ഒരു ഭരണ സംവിധാനം ഇവിടെ നിലനിൽക്കും, തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി മുബീന തസ്നി തെരഞ്ഞെടുത്തു. എല്ലാം കഴിഞ്ഞു, സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് ചെയറിൽ വന്നിരുന്നു കഴിഞ്ഞു. കൂടെ പ്രസിഡന്റായി നേരത്തെ രാവിലെ തെരഞ്ഞെടുത്ത ഷബീർ കർമ്മക്കിൽ കൂടിയുണ്ട്. അപ്പോ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഷബീർ കർമ്മക്കിൽ പ്രസിഡന്റായി. കോൺഗ്രസിന് UDF കോൺഗ്രസിന് ഒരു 3 സീറ്റ് നേരത്തെ ഒന്നായിരുന്നു എന്ന് അവർ പറയുന്നു, 3 കിട്ടി. അതില് 19ാം വാർഡിൽ നിന്ന് വിജയിച്ച മുബീന തസ്നി വൈസ് പ്രസിഡന്റായി ചെയറിൽ വന്നിരുന്നു. പ്രസിഡന്റേ, ഇനിയിപ്പോ അങ്ങാടിപ്പുറം ഉഷാറാക്കും അല്ലെ? നമുക്ക് മികച്ച ഒരു നേതൃത്വമാണ് ഉള്ളത്. വൈസ് പ്രസിഡന്റ് ബോർഡിൽ പുതിയതാളാണെങ്കിലും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യമായ ഒരാളെയാണ്, വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലൊരാളാണ് ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്. അത് മുബീന തസ്നി ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു മുതൽക്കൂട്ടാവും. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അത്തരം ഒരു മനസ്സുള്ള ആളുകളെ വെച്ച് അവരുടെ മനസ്സിനനുസരിച്ചുള്ള നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, രോഗി പരിചരണ രംഗത്ത്, പാലിയേറ്റീവ് രംഗത്തൊക്കെ നല്ലൊരു ടീം, വനിതാ വിങ്ങൊക്കെ അതിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഇവരൊക്കെ വനിതാ മെമ്പർമാരൊക്കെ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു ജനകീയ ഭരണം തന്നെ കാഴ്ചവെക്കും. അതായത് നേരത്തെ തങ്ങൾ പറഞ്ഞ പോലെ രോഗി പരിചരണം, കൂടാതെ ഡയാലിസിസ് രോഗികളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാ ജനപ്രതിനിധികളും ഏറ്റെടുക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലെത്തിയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, പാവപ്പെട്ടവരുടെ കാര്യം, രോഗികളുടെ കാര്യം, ഭിന്നശേഷിക്കാരുടെ കാര്യം, ഒരുപക്ഷെ ഇങ്ങനെയുള്ളതൊന്നും ആരും പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ബ്ലഡ് സ്കൂള് പൂർത്തീകരിച്ച്, ഡയാലിസിസ് സെന്റർ പൂർത്തീകരിച്ച്, പകൽ വീട് ഒക്കെ ഉണ്ടാക്കി, വയോജനങ്ങളുടെ സംരക്ഷണം എല്ലാം കൂടി നടത്തി വരുമ്പോ ഇനിയും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ വരും. ആക്ഷേപങ്ങളും ആരോപണങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ച് വിഷയമല്ല. നമ്മുടെ മുന്നിലെ ലക്ഷ്യം അങ്ങാടിപ്പുറം മലപ്പുറം ജില്ല സംസ്ഥാനത്ത് തന്നെ മാതൃകയാവുന്ന, ജില്ലക്ക് തന്നെ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു ജില്ലാ പഞ്ചായത്താണ്. അതുപോലെ തന്നെ അങ്ങാടിപ്പുറത്ത് ജനങ്ങൾ വന്ന് ഞങ്ങളുടെ പ്രൊജക്ടുകൾ പഠിച്ച് മറ്റു പഞ്ചായത്തുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു മോഡലാക്കി അങ്ങാടിപ്പുറത്തെ മാറ്റും. അത് ഞങ്ങളുടെ ടീമുണ്ട്, നല്ലൊരു ടീം. വരും ദിവസങ്ങളിൽ ടീമുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പോ അത് നമുക്ക് ആത്മവിശ്വാസം കൂട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ വൈസ് പ്രസിഡന്റ് വന്നു, നമുക്ക് ഒന്നുകൂടി ഒരു ധൈര്യമായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാർ വന്നു, നല്ലൊരു ടീം, മികച്ച ടീം അങ്ങാടിപ്പുറത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നേരത്തെ LDF ഒക്കെ പറഞ്ഞിരുന്നത് പഞ്ചായത്തിനെ ഒരുപാട് പിന്നോട്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഒന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമം കൂടി ഉണ്ടാവും. അങ്ങാടിപ്പുറത്ത് സംസ്ഥാനത്ത് UDF സർക്കാർ വന്നാൽ അങ്ങാടിപ്പുറം ഒന്നാമതെത്തും. ഇവിടെ സ്ഥിരമായി ജീവനക്കാര് ഇവിടെ നിയമിക്കും, അവരുടെ സ്ഥിരമായി ജോലി ചെയ്യും, സ്ഥിരമായി നമ്മുടെ പദ്ധതികൾ നടപ്പാക്കും. അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്ത് ജനങ്ങൾക്ക് സർക്കാർ തരുന്ന ഫണ്ടുകൾ അതിന്റെ സമയത്ത് ഞങ്ങൾ നടപ്പാക്കും. ഏതായാലും ഇനി അടുത്ത UDF വരുന്നതോട്, കാരണം ഇവിടെ ഉദ്യോഗസ്ഥരില്ലാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ ഇവർ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. എതിർപക്ഷം പറഞ്ഞു ഞങ്ങളൊന്നും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി UDF ഭരണം വന്നാൽ സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള രാഷ്ട്രീയ കളികളൊന്നും ഉണ്ടാവില്ലെന്നാണ് ഷബീർ കർമുക്കിലിന്റെ പ്രതീക്ഷ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വികസന കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോ ഉദ്യോഗസ്ഥർ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് വികസന കാര്യങ്ങൾക്ക് നല്ല ഗതിവേഗം ഉണ്ടാവുകയുള്ളൂ. അപ്പോ ഇപ്പോ തന്നെ അത്യാവശ്യം വികസനങ്ങളിലേക്കൊക്കെ പോകട്ടെ. ഇനി UDF വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും തുടങ്ങിക്കൂടെ, കുഴപ്പമില്ല. വികസനത്തിലൊക്കെ UDF വരാൻ കാത്തേക്കണ്ട. മികച്ച ഭരണം നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ, എനിക്കതാണ് ആശംസിക്കാനുള്ളത്. ക്യാമറാമാൻ ഷനു അരീക്കോടിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ.
years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.